നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. പദ്ധതി തുകകളിൽ ഏറ്റവും കുറച്ച് കരാറുകാരൻ മുഹമ്മദ് ഇർഷാദ് ടെൻഡർ നേടി. കാളികാവ് പഞ്ചായത്ത് ബോർഡ് പദ്ധതികൾ തന്നെ റദ്ദാക്കിയതായി വിജിലൻസിന് ഇർഷാദ് പരാതി നൽകി. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ പദ്ധതികൾ നടപ്പാക്കാനാകാതെ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്ക. കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ നടന്ന വിചിത്രമായ സംഭവമാണ് ഇപ്പോൾ പുറത്താകുന്നത്. കുറഞ്ഞ തുക കാണിച്ച് ടെൻഡർ ചെയ്ത വിവിധ പദ്ധതികളുടെ ടെൻഡർ മാത്രമല്ല, പദ്ധതികൾ തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് ബോർഡ് കരാർ റദ്ദാക്കിയതോടെ ടെൻഡർ നഷ്ടപ്പെട്ട കരാറുകാരൻ വിജിലൻസിന് പരാതി നൽകിയിരിക്കുകയാണ്. കാളികാവ് ഗ്രാമപഞ്ചായത്തിലാണ് ഇപ്പോൾ വിചിത്രമായ സംഭവം പുറത്തായിട്ടുള്ളത്. PWD ലൈസൻസുള്ള കരാറുകാരൻ മുഹമ്മദ് ഇർഷാദ് വണ്ടൂർ എന്നയാളാണ് ടെൻഡർ റദ്ദാക്കിയതിനെതിരെ പരാതി കൊടുത്തത്. പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ, വിജിലൻസ് ഡയറക്ടർ എന്നിവർക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ 2023-24 വർഷത്തിൽ നടപ്പാക്കുന്ന 67 മരാമത്ത് പ്രവൃത്തികളിൽ 10 പ്രവൃത്തികളാണ് ഈ ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ തുക കാണിച്ചതിനാൽ മുഹമ്മദ് ഇർഷാദിന് ലഭിച്ചത്. ഇത് പഞ്ചായത്ത് ബോർഡിന് സ്വീകാര്യമായില്ല. കാളികാവ് പഞ്ചായത്തിന്റെ മരാമത്ത് പണികൾക്കായി ഈ വർഷം ആദ്യമായാണ് ഇയാൾ ടെൻഡറിൽ പങ്കെടുക്കുന്നത്. എന്നാൽ നേടിയ പ്രവൃത്തികൾ ഒഴിഞ്ഞുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഭരണസമിതിയിലെ ചിലർ കരാറുകാരനെ സമീപിച്ചു. എന്നാൽ നിയമപ്രകാരം ഏറ്റെടുത്ത പ്രവൃത്തി ഒഴിയാൻ തയ്യാറല്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു. എന്നാൽ അതിനുശേഷം ജനുവരി 23-ന് ഭരണസമിതി യോഗം ചേരുകയും എസ്റ്റിമേറ്റും ടെൻഡറും പൂർത്തിയാക്കിയതും മുഹമ്മദ് ഇർഷാദ് എന്ന കരാറുകാരന് ലഭിച്ചതുമായ 9 പ്രവൃത്തികളും റദ്ദാക്കുകയും ചെയ്തു. പഞ്ചായത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചതോ ടെൻഡർ കഴിഞ്ഞതോ ആയ പ്രവൃത്തികൾ ആവശ്യമായ ഭേദഗതികളോടെ റദ്ദാക്കാനും നടപ്പാക്കാനും ഭരണസമിതിക്ക് മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ അധികാരമുണ്ട്. ഈ അധികാരം ഉപയോഗിച്ചാണ് ഇർഷാദിന്റെ ടെൻഡറിന്റെ അംഗീകാരം നിഷേധിച്ചതെന്നാണ് കരാറുകാരൻ പറയുന്നത്. മൊത്തം 50 ലക്ഷത്തോളം രൂപയ്ക്കുള്ള പ്രവൃത്തികൾക്കാണ് അംഗീകാരം നിഷേധിച്ചത്. കേരളത്തിലെ ഏത് പഞ്ചായത്തിലെയും കരാർ ജോലികൾ നേടുന്നതിന് ഈ ടെൻഡറിൽ പങ്കെടുക്കാനും കരാർ ഏറ്റെടുത്ത് നടത്താനും അംഗീകൃത കരാറുകാർക്ക് അവകാശമുണ്ടെന്നതാണ് നിയമം. എന്നാൽ ഇതിനെ മറികടന്ന് പ്രത്യേകിച്ച് ഒരു കാരണവും ചൂണ്ടിക്കാണിക്കാനില്ലാതെയാണ് പഞ്ചായത്ത് ബോർഡ് തന്റെ കരാർ റദ്ദാക്കിയതെന്നാണ് കോൺട്രാക്ടറുടെ പരാതി. ഞാൻ ഗവൺമെന്റ് കോൺട്രാക്ടറാണ്. ഗവൺമെന്റ് ഫീൽഡിൽ 2-3 വർഷമായിട്ട് വർക്ക് എടുക്കുന്ന ആളാണ്. വണ്ടൂര്, പോരൂര്, കാളികാവ്, കരുവാരകുണ്ടൊക്കെ വർക്ക് എടുക്കുന്നുണ്ട്. ഈ കൊല്ലം 2023-24 സാമ്പത്തിക വർഷം ഏകദേശം ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും വണ്ടൂര്, കാളികാവ്, കരുവാരകുണ്ടൊക്കെ പഞ്ചായത്തിലായിട്ട് ഏകദേശം ഒരു 1 CR മേലെ വർക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം കഴിഞ്ഞ മാസം ഒരു 18-12-2023 കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ വന്ന ടെൻഡറിൽ ഏകദേശം 7 വർക്കോളം കോട്ട് ചെയ്യുകയും അതിൽ 7 വർക്കിലും ലോവസ്റ്റ് എമൗണ്ട് കോട്ടഡ് പേഴ്സണായി ഞാൻ വരികയും അതുപോലെ തന്നെ ജനുവരിയിൽ 2ാമത്തെ ടെൻഡറിൽ ഏകദേശം 3 വർക്ക് എടുക്കുകയും അതിലും ലോവസ്റ്റ് എമൗണ്ട് കോട്ടഡ് പേഴ്സണായി വരികയും ചെയ്തു. പക്ഷേ കാളികാവിലെ ചില വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടും ബോർഡ് മെമ്പർമാരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ലോവസ്റ്റ് എമൗണ്ട് കോട്ട് ചെയ്ത എൻ്റെ വർക്കുകൾ മാത്രം ബോർഡ് തള്ളുകയും ചെയ്തിരിക്കുകയാണ്. ഏകദേശം 50 ലക്ഷത്തോളം രൂപയുടെ വർക്കാണ് ബോർഡ് തള്ളിയിരിക്കുന്നത്. എൻ്റെ മാത്രം വർക്കുകൾ തെരഞ്ഞു പിടിച്ചുകൊണ്ടാണ് ബോർഡ് തള്ളിയിരിക്കുന്നത്. ഇതിനെതിരെ വിജിലൻസിലും പ്രിൻസിപ്പൽ ഡയറക്ടർക്കും അടക്കം ഒരുപാട് പേർക്ക് ഞാൻ പരാതി കൊടുക്കുകയും അതിന്റെ പിന്നിൽ തന്നെ പോവുകയും ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിൽ ഏകദേശം പഞ്ചായത്തിന് ഈ ഒരു പ്രാവശ്യം ഇതിന് റീടെൻഡർ ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കുകയും അതിനിടയിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ഈ ഇത്രത്തോളം രൂപ പഞ്ചായത്തിന് നഷ്ടപ്പെടാനുമാണ് സാധ്യതയുള്ളത്. ഏകദേശം ഞാൻ ബിലോ ഇട്ട എമൗണ്ട് തന്നെ ഏകദേശം 3-4 ലക്ഷം രൂപ പഞ്ചായത്തിന് ഇതിലൂടെ ലാഭിക്കാനും കഴിയുമായിരുന്നു. പക്ഷേ പഞ്ചായത്ത് ചില ആളുകളുടെ താല്പര്യത്തിനും ചില മെമ്പർമാരുടെ ബോർഡിലെ ചില മെമ്പർമാരുടെ സ്വാർത്ഥ താല്പര്യത്തിനും വേണ്ടിക്കൊണ്ടാണ് എൻ്റെ വർക്കുകൾ മാത്രം തെരഞ്ഞു പിടിച്ച് തള്ളിയിട്ടുള്ളത്. അപ്പൊ ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഏറ്റവും കുറഞ്ഞ ചെലവിൽ സർക്കാർ പ്രവർത്തികൾ പൂർത്തിയാക്കിയാൽ ഖജനാവിന് ലഭിക്കേണ്ട ലാഭം നഷ്ടപ്പെടുത്തുന്ന പ്രവണതയാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ പൊതുമരാമത്ത് പണികളിൽ നടക്കുന്ന തിരിമറികളും ഒത്തുതീർപ്പുകളുമാണ് ഇതിലൂടെ പുറത്താവുന്നത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾക്ക് കീഴിലെ കരാറുകാരും ഉദ്യോഗസ്ഥരും ഭരണസമിതിയും നടത്തുന്ന കൂട്ടുകച്ചവടമാണ് കരാർ വർക്കുകളിൽ നടക്കുന്നതെന്ന നേരത്തെ ആരോപണമുണ്ട്. ജനുവരി 23-ന് ചേർന്നതും ടെൻഡർ കഴിഞ്ഞ പ്രവൃത്തിയുടെ അംഗീകാരം റദ്ദാക്കിയ ബോർഡ് യോഗത്തിന്റെ തീരുമാനത്തിനുമെതിരെ പഞ്ചായത്ത് സെക്രട്ടറി യോഗത്തിൽ വെച്ച് എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനാലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദിത്വം പഞ്ചായത്ത് ബോർഡിനായിരിക്കുമെന്നും സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ബോർഡ് യോഗം സെക്രട്ടറിയുടെ അഭിപ്രായം നിരാകരിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് റദ്ദാക്കപ്പെട്ട കരാറുകാരന് നൽകിയ കത്തിലും ഇക്കാര്യം പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റദ്ദ് ചെയ്ത വർക്കുകൾ റീ എസ്റ്റിമേറ്റ് ചെയ്ത് ബോർഡ് അംഗീകരിച്ചതിനു ശേഷമേ പ്രവൃത്തി നടത്താൻ കഴിയുകയുള്ളൂ. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് നടപടി പൂർത്തിയാക്കാനായില്ലെങ്കിൽ ഈ പദ്ധതികൾ ഈ വർഷം നടപ്പാക്കാനാകില്ല.
പഞ്ചായത്ത് ബോർഡിന്റെ തെറ്റായ നിലപാടിനെതിരെ കരാറുകാരൻ നിയമ പോരാട്ടങ്ങൾ തുടങ്ങി. ന്യൂസ് ബ്യൂറോ, കാളികാവ്. Real fruit power, real juices from Dabur.